Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafian wa amalan mutaqabbala rizqan halalan tayyiba quluban khashiyah. Amma ba'd. Allahu akbar kabira walhamdulillahi kathira wa subhanallahi bukratan wa asila. My beloved sisters, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളെ സ്നേഹിക്കുന്നു ഓരോരുത്തരെയും. കാരണം ഈ നട്ടുച്ച സമയത്ത് ഭക്ഷണം കഴിച്ച് ജുമ കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങാതെ ഇതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു എൽമ കിട്ടുമല്ലോ, അവർ പറഞ്ഞു തരുന്നുണ്ടല്ലോ, കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു സതുദ്ദേശത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഏതൊരു സഹോദരിമാരെയും എനിക്ക് ഒരുപാട് ബഹുമാനമാണ്. എനിക്ക് എത്ര വിവരമുണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾ അത് കേൾക്കണം. കേട്ടെങ്കിലേ അതിന് പറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അഹബ്ബകല്ലദീ അഹബ്ബതനി ലഹ് എന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ടുഡേയ്സ് ടോപ്പിക്, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? നിങ്ങൾ വിധവകൾക്ക് വേണ്ടി പരിശ്രമിക്കാറുണ്ടോ അല്ലേ? അതിന്റെ കൂടെ നമുക്ക് ചോദിക്കാം, വിധവകളെ കുറ്റപ്പെടുത്താറുണ്ടോ, അവരെ മനസ്സിനെ വേദനിപ്പിക്കാറുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അതിന് ഒരുപാട് പ്രതിഫലമുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സായി അലൽ അർമലതി വൽ മിസ്കീന വൽ മുജാഹിദി ഫീ സബീലില്ലാഹി വ അഹ്സിബുഹു ഖാല യശൂക്കൽ ഖാനബി കൽ ഖായിമി ലാ യുഫ്തറു വല സായിമി ലാ യുഫ്തറു. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, വിധവകളുടെയും ദരിദ്രന്റെയും ജീവിതം സുഗമമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന് തുല്യമാണ്. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ് അല്ലേ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 6007 ഹദീസാണിത്. അതായത് യുദ്ധം ചെയ്തിട്ട് അതിലൊരു ശുഹദാക്കളെ പദവി കിട്ടിയാച്ചാൽ നമുക്ക് നടക്കൂല അല്ലെ. യുദ്ധം ഉണ്ടെങ്കിൽ പോലും കാത്ത് രക്ഷിക്കട്ടെ, യുദ്ധം ഇല്ലാണ്ടിരിക്കട്ടെ, നമ്മൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഷഹീദിന്റെ കൂലി നമുക്ക് കിട്ടൂല. പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും? ഹജ്ജ് ചെയ്താൽ കിട്ടും അല്ലെ. ലേഡീസിന്റെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് വിധവകൾ എന്ന് പറയുന്ന സമൂഹത്തിൽ ആരാണ്? അവരെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് അല്ലെ. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു റിപ്പോർട്ട് ഫോർവേഡ് മെസ്സേജ് ആണ്. PCP മഹമ്മൂദ് ഹാജിയുടെ 2 ആൺമക്കൾ സാഹിർ, അൻവർ, ഇവർ ഇന്നലെയും ഇന്നുമായി മരണപ്പെട്ടു. മഞ്ഞപ്പിത്തം ബാധിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആകെയുള്ള 2 ആൺമക്കളാണ് അല്ലെ. അപ്പൊ ഈ മഹമ്മൂദ് ഹാജി ഇവിടെ ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞല്ല, ജീവിച്ചിരിപ്പോണ്ടുണ്ടോന്നും അറിയില്ല. എനിക്ക് തോന്നുന്ന ഇവര് തളിപ്പറമ്പാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ 2 മക്കളും മരിച്ചു അല്ലെ. മരിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ കുറച്ച് വിഷമിപ്പിക്കും. മാത്രമല്ല 2 പേരുടെ ഭാര്യമാരും അൻവർ എന്നവരുടെ മക്കളും മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ 2 വിധവകളാണ്. വിധവകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ആ മഹമ്മൂദ് ഹാജി ഉണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും കൊടുത്തെങ്കിൽ ആ കുട്ടിയൊക്കെ സ്വത്തും സമ്പാദ്യമൊക്കെ ഓർക്കും കുട്ടിയൊക്കെ കിട്ടുള്ളൂ. കാരണം ഉപ്പ ഇരിക്കെ കണ്ട് ഉമ്മ ഇരിക്കെ കണ്ട് മക്കൾ മരിച്ചാൽ സ്വത്ത് ഇരിക്കൂല, അവകാശമില്ലെന്നാണ് നമ്മുടെ ഇസ്ലാമിക ശരീഅത്ത്. അപ്പം ഈ 2 ഭാര്യമാരുടെ ഒരവസ്ഥ അല്ലെ. അവളൊപ്പൻ്റെയിലും കുറെ ഉണ്ടാവും, ഇയാളെ കയ്യിലും കുറെ ഉണ്ടാവും. എന്തുണ്ടായിട്ട് എന്താണ് അല്ലെ. പണ്ടാരോ പറഞ്ഞ പോലെ ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന് പറയും. കുറെ കാലത്തോളം എനിക്ക് അതിന്റെ മായന എന്താന്ന് മനസ്സിലായിട്ടില്ല. അതെന്താ പറയുന്നത്? ഉപ്പോളം വരുമോ എന്ന് പറഞ്ഞാല് നമുക്ക് ഉപ്പ് എന്ന് പറയുന്നത് എല്ലാറ്റിലും ഇടാം അല്ലെ. എന്തിനും ഇവിടെ മധുരത്തിലും എരിവിലും. ഒരു തരി കാച്ചാണെങ്കിൽ അതിലൊന്നുള്ള ഉപ്പ്, ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഒന്ന് വെറുതെ ഒരു ഉപ്പിന്റെ ഇതൊന്ന് തോണ്ടിയിട്ട ജ്യൂസിന് നല്ലൊരു ടേസ്റ്റാ. ഇപ്പൊ തരി ആയാലും പായസം ആയാലും ചോറായാലും ബിരിയാണി എല്ലാറ്റിലും ഉപ്പ് വേണം. പക്ഷെ ഉപ്പിലിട്ട മാങ്ങയോ ഉപ്പിലിട്ട നാരങ്ങയോ വീട്ടിൽ വെച്ചാൽ ഉപ്പിന്റെ ഉപകാരം നടക്കും? ഒരിക്കലും ഇല്ല. അതാണിത് അല്ലെ. ഭർത്താക്കന്മാര് എന്ന് പറയുന്നത് നമുക്ക് അവരെന്തിനാ വേണ്ടാത്തതെന്ന് ചോദിക്കണം അല്ലെ. എല്ലാറ്റിലും അവരുടെ ഒരു കയ്യൊപ്പുണ്ട് അല്ലെ. കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ തുടങ്ങി പാപത്തിന്റെ കഷ്ടപ്പാട് അല്ലെ. എല്ലാം നമുക്ക് വീടെടുക്കണമെങ്കിൽ വേണം,
പുറത്ത് പോകണമെങ്കിലും വേണം, അതിന് അവർ വന്നില്ലെങ്കിൽ അവർ ബസ്സിന്റെ പൈസ തരണം, നമുക്കെവിടെയും കല്യാണത്തിന് പോകണമെങ്കിൽ അതിന് ഓശാരം വേണം, ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം, ഫീസ് വേണം, ബുക്ക് വേണം. ഈവൻ നമ്മൾ ഖുർആൻ ക്ലാസ് പഠിക്കുകയാണെങ്കിൽ വരെ സ്വന്തമായിട്ട് സമ്പാദ്യം ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ആ ഫീസ് വരെ അവർ കൊടുക്കണം അല്ലെ. ഒരുപാട് ബാധ്യതല്ല. അപ്പൊ ഇപ്പോളം വരില്ല ഒരിക്കലും ഒപ്പിലിട്ടത്. അപ്പൊ ആ സ്ഥിതിക്ക് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. നമുക്കറിയാം നമ്മുടെ നിസ്കാരം നോമ്പ് ഒന്നുകൊണ്ടും നമ്മൾ സ്വർഗത്ത് പോകുന്നു നമുക്ക് തന്നെ വലിയ ഉറപ്പില്ല അല്ലെ. ഓരോ നമസ്കാരവും നമ്മോട് അത് വിളിച്ചു പറയുന്നു അല്ലെ. ആരാണ് സഹോദരിമാരെ? വിധവകൾ. നമ്മൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അബൌട്ട് ദം? അവരെ കുറിച്ച് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടൊരു കാലത്ത് ഒരു പുരുഷന്റെ തണൽ അല്ലെ, ഞാനൊരു കഥ കേട്ടപ്പം പറയുന്നുണ്ട്, ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഒരു ലോകത്തിലൊരു സ്ത്രീ എല്ലാം ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും, എന്തും കൊടുക്കൂലേ, പൈസ കൊടുക്കും, പൊന്നു കൊടുക്കും, സഹായങ്ങൾ നൽകും, പലതും കൊടുക്കും. പക്ഷെ തല ചായ്ക്കുന്ന മാറിടം അത് ആരും ഷെയർ ചെയ്യൂല, ആർക്കും ഇഷ്ടവും ഇല്ല അല്ലെ. അത് അത്രയും ഇഷ്ടമില്ലാത്തൊരു ഭർത്താവാണെങ്കിലും എപ്പോഴും പിണക്കാണെങ്കിലും അടിയാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ വേണം, നമ്മളെ കട്ടുമ്മൽ ഒരാള് വെയിറ്റ് ഒപ്പിക്കാൻ അല്ലെ. കട്ടിലൊരു ഭാഗം ചെരിഞ്ഞു പോണതിന് വെയിറ്റ് ഒപ്പിക്കാൻ പിണക്കാണെങ്കിൽ പോലും അവരെ കിടന്നാൽ നമുക്കൊരു ആശ്വാസമാണ് അല്ലെ. ഇഷ്ടമില്ലെങ്കിൽ പോലും മറ്റൊരു സ്ത്രീയായിട്ട് ചിരിക്കുന്നോ കളിക്കുന്നോ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടൂല അല്ലെ. ഈ വിധവകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവർക്കൊരു താങ്ങില്ല, തണലില്ല, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒരു മുത്തം കൊടുക്കാൻ, എന്താ അവർക്ക് അതൊന്നും പാടില്ലേ? നമ്മളെപ്പോലെ ബ്ലഡും മാംസവും ഒക്കെ ഉള്ള ചുറുചുറുക്കുള്ള യുവതികളാണ് ഇവരൊക്കെ അല്ലെ. ഇന്നലെ വരെ അവർ ഭർത്താവിന്റെ കൂടെ ആയിരുന്നു കിടന്ന്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അള്ളാഹു അവരിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുത്തു അല്ലെ. ഒരുപാട് സ്നേഹങ്ങൾ പങ്കിടാൻ, സന്തോഷം പങ്കിടാൻ, പരാതികൾ പറയാൻ, ബോധിപ്പിക്കാൻ അല്ലെ, അവരുടെ മക്കളെ ഭാവി വിശേഷങ്ങൾ പറയാൻ, ഒരു ജയിച്ചത് പറയാൻ, തോറ്റുപോയി എന്ന് സങ്കടപ്പെടാൻ അല്ലെ, ഒരു അഭിപ്രായം ചോദിക്കാൻ. നമുക്കിപ്പോ ഒരു മീൻ കൊണ്ടുവന്ന് ഇറച്ചിക്കൊണ്ടെന്ന് നമ്മൾ ചോദിക്കുക എന്താ വെക്കണ്ടേ, ബിരിയാണിയാണോ വേണ്ടത്, ഇനി തലശ്ശേരി ഇവിടെയൊക്കെ നാട്ടിൽ ചോദിക്കും കണ്ണൂർ ബിരിയാണി വെക്കണോ തലശ്ശേരി ബിരിയാണി വെക്കണോ, ഓരോരുത്തർക്കും ബിരിയാണി ഡിഫറെന്റ് ടേസ്റ്റ് ആണല്ലോ. അപ്പൊ കുറെ ആയാലും കണ്ണൂർക്കാരെ ബിരിയാണി വെച്ചിട്ട് നമുക്ക് അത് വെക്കാന്നറിയും അല്ലെ, അല്ലെ കുക്കർ ബിരിയാണി. അങ്ങനെ എന്തിനും ഏതിനും അഭിപ്രായം ചോദിക്കാനില്ലേ. അല്ലെങ്കിൽ നമുക്കൊന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ പോവാ അല്ലെ, സ്കൂളൊക്കെ പൂട്ടിയതല്ലേ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഭർത്താക്കന്മാരോട് ചോദിച്ചും പറഞ്ഞാണല്ലേ. ഒന്ന് പോയി കഴിഞ്ഞാൽ പാരഗൺ ഹോട്ടലിലുണ്ട് ഒരു ഫിഷ് മാംഗോ കറി, ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പൂതികളും വേവലാതികളും ആവലാതികളും സന്തോഷങ്ങളുമാണ് അവരുടെ കാൽ കീഴിൽ നമ്മൾ അടിയറവ് വെക്കുന്നത്. ഇപ്പോഴും നമ്മളിൽ ചിലരൊക്കെ ആ കൂട്ടരെന്നാണ് അല്ലെ, ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 60-70 വയസ്സായാലും പല കാര്യങ്ങളും ഭർത്താക്കന്മാരോട് പറയുക, അത് സാധിപ്പിക്കുകയൊക്കെ ചെയ്യും. പണ്ടൊരിക്കല് ഒരു പെൺകുട്ടി, ഞാനന്ന് കൗൺസിലർ ഒന്നല്ല കേട്ടോ, അതിന്റെ മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി പിണങ്ങിയപ്പോ ഞാൻ അങ്ങനെ കൗൺസിലിംഗ് നിന്നപ്പോൾ എന്തോ വാശി പിടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എന്തായാലും എന്തോ നമ്മളെ ഉമ്മൊക്കെ പറയും എന്താണ്, ഭർത്താവിന്റെ ചോറ് പൊൻചോറ്, ആങ്ങളച്ചോറ് ദുഃഖച്ചോറ്, ഉപ്പച്ചോറിന് വേറെന്തോ പറഞ്ഞിക്കത് മറന്നു. അപ്പൊ അതുപോലെ ഭർത്താവ് നൽകുന്ന സംരക്ഷണവും ആ ചോറും അതിന്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ ആങ്ങളുടെ ഭാര്യയുള്ള അടുത്ത് അവിടെ പോയി 2 ദിവസം കഴിഞ്ഞാൽ ഒന്നിന്റെ അന്ന് ഓള് ചൊറിയാൻ തുടങ്ങും, ആങ്ങൾ ഇതെന്താ അതെല്ലാം കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചിട്ട് അല്ലെ. ഇനിയിപ്പൊ ഉപ്പാണെങ്കിൽ ഉപ്പക്കും പണ്ട് തന്നെ നോക്കിയിരുന്നു, പക്ഷെ മക്കളായ ഉപ്പക്കും പറ്റൂല അല്ലെ. അങ്ങനെ എവിടെയും പറ്റൂല. ഇനി ഭർത്താവിന്റെ സിസ്റ്റേഴ്സിന്റെ വീട്ടിലോ ബ്രദേഴ്സിന്റെ വീട്ടിലൊന്നും പോയി നിന്നാൽ 2 ദിവസത്തിലധികം നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല. അത് നമ്മളെ ഭർത്താവിനെ നമ്മൾ സഹിക്കൂലേ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. അതൊന്നുമില്ലാതെ അല്ലെ, രാത്രി പോയി കിടന്നാൽ കുറെ ചുടുനിശ്വാസങ്ങൾ മാത്രം അല്ലെ. ഈ ഐറ്റത്തിലുള്ള സ്ത്രീകൾ പോയി കിടന്ന കുറെ ദീർഘശ്വാസം വിടും അല്ലെ. ഉറക്കമില്ലാത്ത എത്ര രാത്രികൾ, പല സ്ത്രീകൾക്കും രാത്രി ഉറക്കം കിട്ടൂല. നിനക്ക് എന്നെ ആയിട്ട് പരിചയമുള്ള ഓരോരുത്തരൊക്കെ അതുപോലെ ഹസ്ബൻഡ് മരിച്ച കുറച്ചു ദിവസം വിരുന്നുകാരും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഒരു 7 വരെ 15 വരെ ആരെങ്കിലും ഉണ്ട്. അത് കഴിഞ്ഞ് വരെ ഒറ്റക്കാകുമ്പോൾ ഒറ്റപ്പെടലിന്റെ വല്ലാത്തൊരു അസ്വാരസ്യമാണല്ലേ, അത് അവർ അനുഭവപ്പെടും. അപ്പൊ മനസ്സ് വിഷമം, ഉറക്കില്ല, ഇത് തജൂസ് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഹോമിയോ ഡോക്ടറെ റെഫർ ചെയ്ത് കൊടുക്കും, നിങ്ങൾ പോയി കാണിച്ചോളേ, ഹോമിയോ മരുന്ന് കുടിച്ചോളൂ, നിങ്ങൾ കുറച്ച് ദിവസം കുടിച്ചാൽ ആ ചിന്ത അങ്ങ് മാറി ഉറക്ക് റെഗുലർ ആവും എന്നറിയും. അപ്പൊ അതോടുകൂടി അതേസമയം ഇതിങ്ങനെ ഒന്നും ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പക്കാ ടെൻഷനിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ കൂപ്പ് കുത്തിയ ആളുകളും വിരളമല്ല അല്ലെ ഭർത്താക്കന്മാരും മരിച്ചിട്ട്.
അപ്പൊ എന്റെ പരിചയത്തിൽ തന്നെ ഒരു സ്ത്രീ ഭർത്താവ് ഭയങ്കരമായിട്ട് നോക്കുന്ന, എന്ത് പറഞ്ഞാലും തമാശാക്കും, ഒരു ഒരു കടുപ്പിച്ചൊരു വാക്ക് പോലും പറയാണ്ട് പൊന്നുപോലെ ഭാര്യനെ കൊണ്ട് നടന്നൊരു മനുഷ്യനാ. അവസാന കാലഘട്ടത്തിൽ അവളെ ഉമ്മ സുഖമില്ലാണ്ട് കിടന്നിട്ട് ഭാര്യയും ഭർത്താവും ഒരു കട്ടുമ്മ കിടക്കും, പിന്നെ ഉമ്മ അപ്പുറത്തെ കട്ടുമ്മലും കിടക്കും. അങ്ങനെയാണ്. അത്ര പോലും അവര് വിട്ടു നിന്നിട്ടില്ല ഒരു ദിവസം പോലും. ഭയങ്കര സ്നേഹമാണ്, നല്ല ദാമ്പത്യം. അത് കഴിഞ്ഞേരം അവർക്ക് പക്ക മെന്റൽ ഡിസോർഡർ ആയിപ്പോയി. ഒന്നും ഒരു ഗന്ധവും ഇല്ല, അത്ര പ്രായമൊന്നുമില്ല, കാര്യമായിട്ട് ഒരു ഗന്ധവും ഇല്ല, എല്ലാം ബോഡി മൊത്തം ഡിസോർഡർ ആയിപ്പോയി. ഇപ്പൊ വെറും ഒരു ഭ്രാന്തിന്റെ കോലത്തിലായിപ്പോയി. അപ്പൊ അതാണല്ലേ ചില ഹസ്ബൻഡുമാർ അങ്ങനെയാണ്, അവരുടെ വിയോഗം നമുക്ക് സഹിക്കാൻ പറ്റൂല അല്ലെ. അങ്ങനെ ഭർത്താവ് ഇല്ലാത്തവരിങ്ങനൊക്കെ പല വിഷമത്തിലും കളിയിലൊക്കെ കളിക്കുമ്പോ അല്ലെ ഉള്ള നമ്മളെന്താ ചെയ്യാ? ഓൽക്ക് ഉറക്കമില്ലാത്ത എത്ര എത്ര രാത്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഓരോ കള്ളന്മാരെ കാലൊച്ചയും കേട്ട് അങ്ങനെയൊക്കെയാണ് അവര് കഴിഞ്ഞു കൂടുന്നത് അല്ലേ. പക്ഷെ നമ്മൾ എന്ത് പണി ചെയ്യൂ? നമ്മൾ അടുത്തുള്ള ഭർത്താവിനോട് ഓരോ വിഷയവും പറഞ്ഞ് പിണങ്ങി മാറിക്കിടക്കും അല്ലെ. നമുക്ക് കൂടെ ഉണ്ടായാൽ മതി, അവരോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ലെങ്കിലും സെക്ഷൽ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിലും പല കാരണങ്ങൾ, തഹജുദായിരിക്കാം, ഇന്റർമീനിങ് അത് പറയില്ല അല്ലെ, പല കാരണങ്ങളും പറഞ്ഞ് മേ ബി നമ്മൾ മാറിക്കിടക്കും അല്ലെ തഹജുദിന്റെ പേര്. ഇന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് അല്ലെ. അള്ളാഹു പറയുന്നുണ്ട് ഈ ആകാശ ഭൂമി ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു അതൊക്കെ ഞാൻ അറിയും അല്ലെ. അത് അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നതാണ് അല്ലെ. ഇന്നല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ് അല്ലെ. ഇന്നല്ലാഹ യഅലമു മാ ഫിസ് സുദൂർ, എല്ലാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും അള്ളാഹു അറിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമുക്ക് ഉള്ളപ്പോ പണ്ടത്തെ ഒരു ചൊല്ല് തന്നെ ഞാൻ വീണ്ടും പറയാണ്, കണ്ണുള്ളപ്പോ നമുക്ക് കണ്ണിന്റെ കാഴ്ച അറിയില്ല അല്ലേ. നമ്മളെല്ലാം കാണും, ഇരുട്ടായിപ്പോയി രണ്ട് കണ്ണും കാണാണ്ടാകുമ്പോഴാണ് നമുക്ക് വിഷമം വരിക. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. പിന്നെ മൈ ബിലഡ് സിസ്റ്റേഴ്സ്, ഒന്ന് ഓർക്കുക, നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരായി ശണ്ട കൂടുമ്പോൾ, അവരുമായി പിണങ്ങുമ്പോൾ സ്വർഗത്തിലെ ഹൂർലിങ്ങൾ പെണ്ണുങ്ങൾ പറയുമത്രേ, അവൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അവനെ പുന്നാരിപ്പിച്ച് ഉള്ളനടിയിൽ കൊണ്ട് നടക്കുമെന്നല്ലേ. അങ്ങനെ എത്ര നമ്മളൊക്കെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നവരാണെങ്കിൽ പോലും ഞാനും എന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ്. ചിലപ്പോൾ ദേഷ്യം പിടിക്കാനില്ല, നമുക്ക് ദേഷ്യം പിടിക്കാൻ ഫ്രീ ആയിട്ട് ദേഷ്യം പിടിക്കാൻ പറ്റുന്ന ഭർത്താക്കന്മാർ മാത്രമേ ഉള്ളൂ, വേറെ ആരോടും പിടിച്ചൂടാ അല്ലെ. കുട്ടികളോട് പിടിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ സമൂഹം ഒന്നടങ്കം പറയുന്നില്ലേ, ചെറിയ മക്കളോട് വരെ പിടിച്ചൂടാ. പിന്നെ ഉമ്മയും വാപ്പയും നാട്ടിലില്ല, പിന്നെ ആരോട് നമ്മളെ രണ്ടുപേരും പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലൈസ് ചെയ്ത് പ്രഷർ കുറയ്ക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിച്ചിട്ടാണില്ല. അത് എത്ര കുറച്ചാലും കുറയുന്നുണ്ട് എന്നല്ലാണ്ട് പറ്റ പോകുന്നില്ല അല്ലെ. ഞാനടക്കം എല്ലാ സ്ത്രീകൾക്കും ഇതൊറ്റ അബദ്ധങ്ങളൊക്കെ പറ്റിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലെ. അങ്ങനൊക്കെ ആണെങ്കിലും നമ്മൾ പറയോ ഒരു വിധവനെ വിവാഹം കഴിച്ചോളൂ, നിങ്ങൾ പോയിക്കോളീന്ന് പറയോ? നോ, നെവർ, ഒരിക്കലും പറയില്ല. നമ്മൾ പോലായിട്ട് അടി ഉണ്ടാക്കുകയും കച്ചറ ഉണ്ടാക്കുകയും പിന്നെ ഒന്നിച്ച് കിടക്കുകയും പിന്നെ അപ്പം തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യും അല്ലെ. പക്ഷെ നമ്മൾ ഇന്നാ പറയോ നിങ്ങൾ ഇന്നാ വേറെ എവിടെ പോയി കെട്ടിക്കോളിന്ന് അത് പറയുന്നോലും ഉണ്ട് കേട്ടോ. പക്ഷെ അധികം ആരും പറയാൻ തയ്യാറല്ല അല്ലെ. എന്റെ സ്വന്തം ഭർത്താവില്ല, അള്ളാനെയും നബിനെയും കഴിച്ചാൽ പിന്നെ നമുക്ക് ഉമ്മനെയും ഉപ്പനെയും കഴിച്ചാൽ പിന്നെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അല്ലെ. അത് എന്തെല്ലാം കാര്യങ്ങൾ അവര് നമ്മുടേത് നടത്തി തരണം, എന്തൊക്കെ കാര്യങ്ങൾ, വീട്ടിലെ സകലമാന കാര്യങ്ങളും. എന്നാലോ നമുക്കുണ്ട് അവരോടൊരു നന്ദി വാക്കിലെ, ഒരിക്കലും നമ്മൾ അത് പറയേയില്ല. ഒരു മിനിറ്റ്. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട് നമ്മളിലെ. വീട്, താമസം, വാടക, റിപ്പയർ, ഈ വിധവകളെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. വീട്, താമസം, സൗകര്യങ്ങൾ എന്നൊക്കെ, വീട് പൊളിഞ്ഞിട്ടുണ്ടാവും, വേറെ റിപ്പയർ, നമുക്കറിയാം ഒരു മാസത്തിൽ എത്ര റിപ്പയറുകാർ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ബില്ല് പേ ചെയ്യുന്ന ഹസ്ബൻഡ് ആയതുകൊണ്ടല്ല നമുക്ക് അറിയാത്തത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്കുണ്ട്, ഇതൊക്കെ അവർ തന്നെ ഒറ്റക്ക് തലക്ക് കൊടുക്കണ്ടേ, എന്തൊക്കെ കാര്യങ്ങൾ. മക്കള്, മരുന്ന്, ഫുഡ്, ഫീസ്, യൂണിഫോം, ഫോൺ റീചാർജ്, കറണ്ട് ബില്ല്, മദ്രസ, കോളേജ് അഡ്മിഷൻ, യൂണിഫോം, ഡ്രസ്സ്, കല്യാണം, വിരുന്ന്, സൽക്കാരം,
ല്ലേ? അനന്തത്തിലേക്ക് നോക്കി ഒരു നെടുവീർപ്പിടല്ലാണ്ട് അവരെന്താ ചെയ്യുക? 4-5 മക്കളുണ്ടെങ്കിൽ ഇത് ആകാശത്തുനിന്ന് പൈസ പൊട്ടി വീഴിയൊന്നും ഇല്ലാലോ. ആരെങ്കിലും കൊടുത്തെങ്കിലല്ലേ അവരെ സഹായിക്കാൻ പറ്റൂ. അതും പാവപ്പെട്ട വീട്ടുകാരാണെങ്കിൽ വീട്ടുജോലിക്ക് പോയിട്ടോ ആരോടെങ്കിലും പറഞ്ഞിട്ടോ കഷ്ടപ്പാട് പറഞ്ഞിട്ടോ പള്ളി കമ്മിറ്റിക്ക് പിന്നെ അപേക്ഷ കൊടുത്തിട്ട് എങ്ങനെങ്കിലൊക്കെ പോറ്റും. പക്ഷെ നമ്മളെ പോലെ മീഡിയം ക്ലാസ് വീട്ടുകാർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഹൈ ക്ലാസ്സിന് എന്തായാലും വരുമാനം ഉണ്ടാവും അല്ലെ? അവരെ കാര്യമാണ് ഭയങ്കര കഷ്ടപ്പാട് അല്ലെ? പല സഹോദരിമാർക്കും ഇനിയിപ്പോ ഇതൊക്കെ കഴിഞ്ഞ് മക്കള് പോയി എന്ന് വിചാരിച്ച രാത്രി ഒറ്റക്ക് കിടന്ന ഉറക്കം കിട്ടൂല അല്ലെ? എനിക്കൊക്കെ ഭയങ്കര ധൈര്യമാണെന്ന് വിചാരിക്കുന്നത്, ഞാനൊക്കെ ഒറ്റക്ക് കിടക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ ഈ ഒറ്റക്ക് കിടന്ന് പേടിച്ച് ഉറക്കം കിട്ടാത്തവര് തിരിഞ്ഞും മറിഞ്ഞും കിടക്കലാണ്, നേരം വെളുക്കോളം ഉറക്കം കിട്ടൂല. അത് ഇന്നലെ എൻ്റെ വീട്ടിലൊരു ഖുർആൻ ക്ലാസ്സിലെ ഒരു ഫ്രണ്ട് വന്നു. അപ്പൊ അവര് പറയാം അവരെ നാട്ടിൽ ഇതുപോലെ രണ്ട് കുട്ടികളുള്ള ഒരു ഉമ്മ മക്കളെ വെച്ച് കിടക്കാൻ പേടിയായിട്ട്, വീടുണ്ട് കിടക്കാൻ പേടിയായിട്ട് അടുത്ത വലിയ 4 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീട്ടുകാരോട് ചോദിച്ചാൽ ഒന്ന് രാത്രി 10 മണിയാകുമ്പോൾ കിടന്ന് 4 മണിയാകുമ്പത്തേക്ക് ഞാൻ പോന്നോളാം. ഇല്ലാണല്ലോ പറ്റൂല, നമ്മളെ മോന് ഇഷ്ടമില്ല എന്നാണ്. അങ്ങനെ ഈ വിധവ അവളെ വീട്ടിൽ തന്നെ നിന്നിട്ട് അങ്ങനെ കരഞ്ഞും തായും രാത്രി ഉറക്കം കിട്ടാണ്ട് ഡിപ്രഷനിലായി. അങ്ങനെ ഡിപ്രഷന്റെ മരുന്നൊക്കെ കുടിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇവരെ ഉമ്മ സുഖമില്ലാണ്ട് കിടപ്പിലായി. അപ്പൊ നോക്കാൻ ആളില്ലാണ്ടായപ്പോ ഇവളെയും പറ്റി ഇവിടെ കുട്ടികളെയും പറ്റി അവിടെ കയറാനും പറ്റില്ലേ? അതാണ് അള്ളാഹു അക്ബർ ബില്ല എന്ന് പറയുന്ന അള്ളാഹു അവരെ വീട്ടിൽ താമസിപ്പിച്ചു അല്ലെ? ഇപ്പോൾ അവര് മരിച്ചു പോയി. അപ്പൊ അങ്ങനാണ് അല്ലെ? ആരും തന്നെ എത്ര വലിയ വീടുണ്ടെങ്കിലും ആരും അവരെ ഒന്ന് താമസിപ്പിക്കാനൊന്നുമില്ലേ? ഇനിയെങ്കിലും വിധവാ സംരക്ഷണത്തിന് വേണ്ടി നമുക്കൊന്ന് പരിശ്രമിച്ചു തുടങ്ങാം. ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും അഡീഷണൽ ചേർത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ അവരെ അവസ്ഥകളാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ബിക്കോസ് കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല അല്ലെ? കഴിഞ്ഞ ദിവസം ഇവിടെ പിന്നെ ഈ ഹജ്ജ് മാസത്തില് എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കുന്ന കൂട്ടത്തില് ഒരു പെണ്ണുങ്ങൾ ഇവിടെ വന്നതുപോലെ എന്തോ ചോദിച്ച് ഞാൻ കൊടുത്ത്. അപ്പൊ ബഷീർക്കാരനാ അവർക്ക് അതെന്നാ പണി അങ്ങനെ ഓരോ വീട്ടിൽ പോകും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ബഷീർക്കാ ഞാൻ പോകാത്തത് എന്തുകൊണ്ട്? നിങ്ങളുള്ളത് കൊണ്ട്. ഞാൻ എങ്ങനെ ഹജ്ജിന് പോയി നിങ്ങളെ പൈസ ഉണ്ട്, ഞാൻ എന്നെ ഉംറക്ക് പോകുന്നത് നിങ്ങളെ പൈസ ഉണ്ട്, ഞാനെങ്ങനെ കുട്ടികളെ കഴിപ്പിച്ചു നിങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ട്. ഇതില്ലാത്തവരെന്ത് ചെയ്യും? ആര് കൊടുക്കും? ആര് കൊടുത്തിട്ട് തികയും? അപ്പൊ അതാ ഞാൻ ആലോചിക്കുക അല്ലെ? നമുക്കൊക്കെ ഇങ്ങനെ പല കൈകൾ ചേർത്ത് മുട്ടാനുണ്ട് അല്ലെ? ഇതൊന്നും ഇല്ലാത്ത അവരാരാണിപ്പോ? ആ വന്ന വിധവ എന്ന് പറയുന്നത് ഒരു 100 കിലോ അബവ് വെയിറ്റ് ഉള്ള ഒരു ഉമ്മ ഉണ്ട് കിടക്കുന്നു. ഉമ്മക്ക് ആൺകുട്ടികളില്ല, 4 പെൺമക്കളാണ്. അത് 3ആളും ഓരോ രോഗങ്ങളും പറഞ്ഞ് ഓരോ വീട്ടില് അങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ട് കഴിയുക. പിന്നുള്ളത് ഒരു വിധവയായ വേറൊരു മോള്, അവളും ഒരുപാട് രോഗിയാണ്. പക്ഷെ അവര് നമ്മുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് എങ്ങനെ എന്തെങ്കിലും കാര്യം നടക്കും അല്ലെ? ഒരിക്കലും എന്നോട് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഭയങ്കര മഴയാണ്, നമ്മളെ അടുത്തൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, അത് കേടായി ഇപ്പൊ ഇക്കൊല്ലോ എന്താക്കും? എനിക്ക് നിങ്ങൾ തരുന്ന പൈസ തരാണ്ട് അത് ഒപ്പിച്ച് വെച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിടക്കാണ് എനിക്ക് ഒരാള് 25,000 റുപ്യ പിന്നെ UK ഒരാൾ അയച്ചു തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇവർക്ക് വാഷിംഗ് മെഷീന് കൊടുത്താലോ. അങ്ങനെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുത്തു. അത് അവർക്ക് ഒരുപാട് ആശ്വാസമാണല്ലേ? നമുക്കറിയാം മഴക്കാലത്തൊക്കെ ഒരു ബെഡ് റിഡൺ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർ മൂത്രമൊഴിക്കുന്നതും മലം പോകുന്നതും മറ്റുള്ളതും ഒക്കെ അങ്ങനെ കിടക്കും. ചെറിയ വീടുകളാകുമ്പോൾ ഉണക്കാനും സൗകര്യം ഉണ്ടാവില്ല അല്ലെ? എന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല രീതിയിലും നമുക്ക് സഹായങ്ങൾ നൽകാൻ പറ്റും. മാത്രവുമല്ല നമ്മൾ അതിനു വേണ്ടി നമ്മളെ കച്ച കെട്ടി ഒരുങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ഒരുപാട് പസിയന്റെ ടീച്ചറിനൊക്കെ വരുമ്പോൾ ഒരുപാട് കേസസ് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് വലിയ വെറുപ്പിക്കലായി പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, അവരെ ഒന്നും തിരിച്ചയക്കേണ്ട, അവർക്കെല്ലാം കൊടുക്കാൻ നമ്മളിൽ എന്തെങ്കിലും വകയില് അള്ളാഹു നൽകും. അത് മാത്രം വിചാരിച്ചാ മതില്ലേ? പിന്നെ എൻ്റെ അടുത്തൊക്കെ ഇറങ്ങി ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ വരുമ്പോ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ റബ്ബേ എനിക്ക് 3 കുട്ടികളെ കല്യാണം കഴിച്ച് അൽഹംദുലില്ലാ വീടെടുത്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നീല അള്ളാഹുവെ. എന്നോട് ആരോടും 5 പൈസ പോയി ചോദിച്ചിട്ട് ഒരു ബിരിയാണി വെക്കാൻ ഒരു ചാക്ക് അരി വാങ്ങി വന്നൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ലാലോ. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കും. അതുപോലെ നിങ്ങൾക്കും തോന്നണം അല്ലേ? നമ്മൾ ഒരുപാട് ചിലപ്പോ നമ്മുടെ കണ്ണിന്റെ മുമ്പിലൊന്നും ഉണ്ടാവില്ല. ചില ഏരിയയിൽ വെറും പൈസക്കാർ മാത്രമേ ഉണ്ടാവൂ. ചില പൈസക്കാർക്ക് പാവങ്ങളെ കാണാനുള്ള ഒരു ചാൻസ് കൂടി കിട്ടൂല. എങ്കിൽ നമ്മെപ്പോലെ ചാരിറ്റി ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ എന്തെങ്കിലും എത്തിച്ചാൽ ഇതുപോലെ പല കാര്യത്തിനും നമുക്കത് യൂസ്ഫുൾ ആക്കാൻ പറ്റും അല്ലേ?
പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഇങ്ങനൊക്കെ കഷ്ടപ്പാടാണ് എന്നാ ഞാൻ വിചാരിക്കും എന്റെ ഭർത്താവ് വേറെ പോയി കെട്ടട്ടെ, അതൊന്നും ഞാൻ വിചാരിക്കില്ല അല്ലെ. ലോകത്തിലെ ഒരു സ്ത്രീ മറ്റെന്തെല്ലാം നൽകിയാലും തലചായ്ക്കുന്ന മാറിടം അവൾ അത് നൽകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അല്ലെ. പിന്നെ അവരെ പരാതികൾ ബെസ്റ്റ് ലിസണർ ആവാ, വന്നാൽ കുറേ പരാതികൾ പറയാനുണ്ടാവൂലേ, കുറച്ചൊന്ന് സ്നേഹത്തോടെ അതൊന്ന് കേട്ടിരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ കൗൺസിലർ ഒന്നും അല്ലാലോ, പക്ഷെ കേൾക്കാനുള്ള രണ്ട് ചെവികൾ, സംസാരിക്കാൻ ഒരു നാവ് തന്ന അതേ റബ്ബ് തന്നെ, ഹക്കമുൽ ഹാക്കിമീനായ റബ്ബ് തന്നെ കേൾക്കാൻ രണ്ട് ചെവികൾ തന്നിട്ടുണ്ടല്ലോ. അത് ഫിത്ന കേൾക്കാനല്ലാലോ അല്ലെ, പാട്ട് കേൾക്കാനല്ലാലോ, മ്യൂസിക് കേൾക്കാനല്ലാലോ, ഡാൻസ് കാണാനല്ലാലോ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനല്ലേ. ഒന്ന് കേട്ടു കൊടുക്കുക, എന്നിട്ട് പറയാം സാരമില്ല, അതൊക്കെ അങ്ങ് മാറും, അതൊക്കെ അള്ളാന്റെ അടുത്ത് ഉണ്ടാവും. ഞാൻ കല്യാണത്തിന്റെ ഓരോ പിരിവും പറഞ്ഞു വരുന്നവരോടൊക്കെ ഞാൻ പറയും, നിങ്ങളെ മോളെ കല്യാണത്തിന് വെക്കുന്ന അരി വല്യങ്ങാടിയിൽ ഏതോ പീടികയിൽ അരിച്ചാക്കിലുണ്ട്, നിങ്ങളെ മോളിടുന്ന ഡ്രസ്സ് ഏതോ ഫാമിലി പുതിയ ഡ്രസ്സ് തിരിച്ചു കൊടുത്ത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ 2-3 രൂപന്റെ ഡ്രസ്സല്ല വാങ്ങിച്ച, ഓക്ക് ചിലപ്പോ 10, 25, 30 രൂപന്റെ ഡ്രസ്സ് ഏതെങ്കിലും പിന്നെ ചാരിറ്റിക്കാർ തരും അല്ലെ. എല്ലാ കാര്യങ്ങളും എവിടക്കോ ഏതോ ജ്വല്ലറി കിടക്കുന്നുണ്ടാവും നിങ്ങളെ മോള ഓർണമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. നമുക്ക് അതിന് മാത്രം ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എരുതിയിൽ എണ്ണ ഒഴിക്കണ്ടല്ലോ അല്ലെ. അപ്പൊ സ്നേഹത്തോടെ പുറമൊഴിഞ്ഞ് ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞു വിടാം. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പണിക്ക് ആളൊക്കെ ഉണ്ടെങ്കിൽ ഓല് നന്നാക്കി പണിയെടുത്താൽ എപ്പോഴും അവരെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കാരണം എപ്പോഴും നമുക്ക് കുറ്റം പറയലാണ് വലിയ ഹരം അല്ലെ. അത് നമ്മളൊരു സ്വഭാവമാണ്, നമുക്ക് ആരെന്തെടുത്താലും ഇങ്ങനെ കുറ്റം പറയാളൂ. പക്ഷെ നന്നാക്കി ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്ത് മോശമായ കുറ്റം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കൂല. അപ്പൊ അവർക്ക് അറിയാം ഇത്താത്ത നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞ് പുറത്ത് തട്ടലുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയാം അല്ലെ. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ എന്താ കൊടുക്കുക, നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ, നമ്മളെ അടുത്ത് എന്താ ഉള്ളത്, നമ്മളെന്താ കൊടുക്കുകന്ന് അല്ലെ. ആക്ച്വലി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ വരുമാനങ്ങൾ വന്നു തുടങ്ങും അല്ലെ. കൊടുക്കാൻ തുടങ്ങിയൊക്കെ ടപ്പം വരും, അത് ഉറപ്പാണ്. ബറക്കാത്ത് സിയാദത്തിലെ നമ്മുടെ ബറക്കത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പാദ്യത്തിൽ ഭയങ്കര വർധനവ് ഉണ്ടാവും അല്ലെ. പരാതികൾ കേൾക്കുക, കുട്ടികൾക്ക് ബുക്ക് ഫീസ് അങ്ങനെ പലതും വന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പൊ നമുക്കൊക്കെ തന്നെ 4-5 മക്കള് പിന്നെ മണി ഏണേഴ്സ് സെൽഫ് ഏണേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരൊക്കെ വിളിച്ചിട്ട് പറയാം മാസത്തിൽ എന്തെങ്കിലും ഒരു സംഖ്യ എനിക്ക് തരണേ, അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മള് പെൺകുട്ടിക്ക് തന്നെ ഹസ്ബൻഡ് വീട്ടിലെ ചെലവിന് കൊടുക്കുന്ന പൈസ എന്തെങ്കിലും തരണം, എനിക്ക് ഇവിടെ കുറെ ആളുകൾ വരുന്ന എന്ന് പറഞ്ഞ് മാസത്തിൽ ഒരു സംഖ്യ വാങ്ങി വെക്കുക. നമുക്ക് വന്നാല് ഓരോരുത്തരുടെ നമ്പറിൽ ഫോണ് വിളിക്കാണ്ട് നമുക്ക് ഉടനെ എടുത്തു കൊടുക്കാം. ഇപ്പൊ ഈ മാസത്തിൽ 4000 വരവ്, അടുത്ത മാസം 5000 വരവാണെങ്കിൽ ഈ മാസം 2000 വന്നിട്ട് 2000ന്റെ ആവശ്യക്കാരെ ഉള്ളൂ എങ്കിൽ അടുത്ത പ്രാവശ്യം അതും കൂടെ കൂട്ടി നമുക്ക് 8000 ധർമ്മം ചെയ്യാം അല്ലെ. അങ്ങനെ നമ്മളൊക്കെ ഓരോ സിറ്റുവേഷനിൽ ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം അല്ലെ. ഇപ്പൊ ഒരു വിധവക്ക് ഒരു ഓഫീസിൽ പോകണം, അവർക്ക് ആരെയും കുറിച്ച് അറിയില്ല, ഒന്നും എഴുതാനും അറിയില്ല. അപ്പോഴൊന്ന് ഓഫീസിൽ പോയി കൊടുക്കുക, പേപ്പർ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടോറിക്ഷ എടുത്ത് അവരെ കൂടെ പോവുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള ബന്ധുമിത്രാദികളോട് നമുക്ക് വിളിച്ച് പറഞ്ഞ് തരുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അവരോട് നമുക്ക് പറയാം അങ്ങനെ ഒരു വിഷമമുണ്ട്, അപ്പൊ അവര് കണ്ടറിഞ്ഞ് നമുക്ക് തരും അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ഉപകാരം ചെയ്യാം. ഈവൻ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണമെന്നൊന്നും നിർബന്ധമില്ല അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിധവകളെ ഒരു ശാപമായി കാണുന്ന ഒരു സമൂഹങ്ങളുണ്ട്. ഈവൻ ഹിന്ദു സംസ്കാരത്തിലൊക്കെ അല്ലെ, ശുഭകാര്യങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ അപശകുനമായി കടന്നു ചെല്ലാതെ 4 ആൾ കൂടുന്നിടത്ത് നിന്ന് അവരെ മാറ്റി നിർത്തുന്നതാണ്. സ്വന്തം മകന്റെ താലികെട്ടിന് പോലും വിധവ എന്ന പേരിൽ പിന്നോട്ട് നിൽക്കുമെന്ന് പറയുന്നതുണ്ട് അല്ലെ. അത് മാത്രമല്ല, ഒരു വിധവ വീട്ടിലേക്ക് കയറി വരുമ്പോ, ഇപ്പൊ ഉദാഹരണമാണ് വിചാരിച്ചോളി, ഒരാള് വിധവാണ്, അയാൾ ഏട്ടന്റെ വീട്ടിലോ അനിയന്റെ വീട്ടിലോ കയറി ചെല്ലുമ്പോ പറയാ ഫാത്തിമ വരുന്നുണ്ട്, എന്തോ തൊടാൻ വരികയായിരിക്കും, കുട്ടികളെ ഫീസ് കെട്ടാനോ അല്ലെ. അപ്പം വൈഫ് പിറുപിറുക്കൽ, ആണുങ്ങൾ അങ്ങനെ പറയൂല അല്ലെ, പെണ്ണുങ്ങളാണ് അത് പറയാ. അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. അൽഹംദുലില്ലാ മാഷാ അല്ലാ ബാറക്കല്ലാ, നമ്മളൊക്കെ അതിലൊക്കെ എത്രയോ സേഫ് ആണ് അല്ലെ, എത്രയോ നേട്ടങ്ങളുള്ളവരാണ് അൽഹംദുലില്ലാ. നമുക്ക് നമ്മളെ കൈകൊണ്ട് തന്നെ, നമ്മളെ ആണുങ്ങളെ അധ്വാനം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് അല്ലെ. പിന്നെ പണ്ട് ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മോശം ആചാരങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു നമ്മുടെ ഇന്ത്യ അല്ലെ.
ഏറ്റവും മോശമായ ആചാരങ്ങളുടെ ഒരു സമ്പൂർണ്ണ കേന്ദ്രമായിരുന്നു നമ്മുടെ ബിലവർ കൺട്രി ആയ ഇന്ത്യ. പണ്ട് പണ്ട് ഒരാൾ ജീവിച്ചിരുന്നു, ഒരു മഹാൻ അല്ലെ, പിന്നെ രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ ഒരു ആള്. ഇയാള് അയാള് ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ ചെറുപ്രായത്തിലാണ് അയാളെ പെങ്ങളെ ഹസ്ബൻഡ് മരിച്ചു. പെങ്ങളെ ഹസ്ബൻഡ് മരിച്ചപ്പോ പെങ്ങളും ഹസ്ബൻഡായിട്ട് കൂടുതൽ ഒന്നിച്ച് നിന്നിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഹസ്ബൻഡാ. ഉടനെ മരിച്ചു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ അന്ന് പിറ്റേന്നൊക്കെ മരിക്കില്ല, അതുപോലെ മരിച്ചു. അപ്പൊ അവർക്ക് എന്ന് പറയുന്നത് ഒരു മെന്റലി ഒരു ക്ലോസ്നെസ് അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല, ഭാര്യയും രാജാറാം മോഹൻ റോയിന്റെ പെങ്ങളും ഭർത്താവുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണെങ്കിലും നമ്മൾ കല്യാണം ഉറപ്പിച്ച ഫോൺ കോള്, അത് ഇത് ജ്യൂസ് കുടിക്കാൻ പോക്ക്, നിക്കാഹ് കഴിക്കല്, പല കളികളും ഉണ്ടല്ലോ നമ്മളെ സമുദായത്തിലെ. മറ്റുള്ള സമുദായം എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത കാലമായതുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി ചിതയിൽ ചാടി തീയിൽ ചാടാൻ അവൾക്ക് യാതൊരു താല്പര്യമില്ല. കാരണം അവള് കൂടുതലും ഭർത്താവിന്റെ കൂടെ നിന്നിട്ടില്ല, ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. ആദ്യം ചെറുപ്പത്തിൽ 10, 12, 13 വയസ്സ് കല്യാണം കഴിക്കുക. അപ്പോഴുള്ള സെക്ഷൽ കോണ്ടാക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് തന്നെ അറിയാലോ. അന്നേരം വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവള് കരയ്യ, ഞാൻ ചാടൂല, എന്നിടണ്ടാന്നും പറഞ്ഞിട്ട് വലിയ വാശി പിടിച്ച് കയ്യും കാലും കെട്ടി ചിതയിലൊക്കെ ഇട്ടുകൊടുക്കുക, തീയിലേക്ക്. അതിന് പറയുന്ന പേരാണ് സതി. 1829 ബ്രിട്ടീഷ് ഗവൺമെന്റ് ജനറൽ ആണ് ഇത് നിർത്തലാക്കിയത് അല്ലെ. ഇത് നിർത്തലാക്കാൻ കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് മാത്രമായിരുന്നില്ല, രാജാറാം മോഹൻ റോയിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അയാൾ അന്ന് പെങ്ങളെ കൊന്നെന്ന് വേണം പറയാൻ. ആ തീയിലിട്ട്, ഭർത്താവിന്റെ ചിതയിലിട്ട് കൊന്നപ്പോ അയാൾ മനസ്സിൽ വിചാരിച്ച്, ഞാൻ ഏതെങ്കിലും കാലത്ത് ഒരു ലെവലെത്തിക്കഴിഞ്ഞ ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒരു പെണ്ണിനും സമ്മതിക്കൂല എന്ന് അയാൾ അന്ന് മനസ്സിൽ വിചാരിച്ച്. അത് തന്നെ വലിയ ലെവലിൽ എത്തിയപ്പോ അയാളെ പ്രഷർ കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് നിരോധിച്ചു അല്ലെ. അപ്പൊ അപ്പൊ ഇന്നത്തെ കാലം പോലെ പ്രപ്പോസൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയും വരികയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അത്രമാത്രം ഭർത്താവിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പലരും ഇതിനു മുമ്പ് തീയിലിട്ടിട്ടുണ്ട്, പക്ഷെ രാജാറാം മോഹൻ റോയ് കണ്ടിട്ടില്ലെന്ന് മാത്രം അല്ലെ. അൽഹംദുലില്ലാ, ഇന്നത്തെ സ്ഥിതി മാറി, ഈ ദുരവസ്ഥ മാറി അല്ലെ. മാത്രമല്ല ഇസ്ലാമിലെ വിധവകൾക്ക് ധാരാളം ചാരിറ്റികളൊക്കെ കിട്ടിത്തുടങ്ങി. പക്ഷെ നമ്മളിപ്പോഴും എന്താ പറയണ്ടേ, ആർഷഭാരത സംസ്കാരം തുടരുന്ന ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും പറയാൻ അറിയാവോ? ഒന്ന് ആൻസപ്പ് ചെയ്താൽ ഞാൻ ആക്കിത്തരാം. ആർഷഭാരത സംസ്കാരം തുടരുന്ന ഒരൊറ്റ വിഷയമുണ്ട് നമ്മൾ, ഏതാണെന്നറിയോ? ഹിന്ദുക്കളെ. അതായത് അമ്മായിമ്മയും ഭർത്ത് വീട്ടുകാരും അല്ലെ. ഭർത്ത് വീട്ടുകാരെ ചൊൽപ്പടിക്ക് നിൽക്കുക, അവിടുന്ന് അടിയാണോ കുത്താണോ ചീത്താണോ, നാത്തൂന്റെ മക്കളെ ചന്തി കഴുകൽ, എന്തെല്ലാം പണികളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തോളാം അല്ലെ. ആ ഒരു സിസ്റ്റം നമുക്ക് ഇസ്ലാമിന്നും കടമെടുത്തതല്ല, അത് ആർഷഭാരത സംസ്കാരാണ് അല്ലെ. അത് ഇപ്പോഴും നമ്മൾ തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ എന്ന് വെച്ചാൽ അതിന് കിട്ടുകയില്ല അല്ലെ. പിന്നെ അബൂ സയ്യിദുൽ ഖുദരി റഹിമഹുള്ള പറയുന്നു, കിഴക്കോ പടിഞ്ഞാറോ ചക്രവാളത്തിൽ അസ്തമിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുന്നത് പോലെ സ്വർഗവാസികൾ അവരുടെ മുമ്പിലുള്ള മണിമന്ദിരങ്ങളിലുള്ളവരെ കാണും. അവർക്കിടയിലുള്ള പദവി വ്യത്യാസം കൊണ്ടാണത്. അപ്പോൾ സ്വഹാബികൾ റസൂലിനോട് ചോദിച്ചു അത്രേ, അതേ റസൂലെ, നബിമാർക്കുള്ള മണിമന്ദിരങ്ങളല്ലേ, അവരല്ലാത്തവർ അവിടെ എത്തുമോ? ചോദ്യം മനസ്സിലാക്കിയോ? അതായത് സ്വർഗത്തിലുള്ള സ്വർഗവാസികള് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കാൻ പോകുന്ന, അതായത് നമ്മൾ കടപ്പുറത്തൊക്കെ പോയി നിന്നാൽ നക്ഷത്രങ്ങളെ കാണലില്ലേ, അസ്തമിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെ കാണുന്ന പോലെ മണിമന്ദിരത്തിലുള്ളവരെ അവർ കാണും. അപ്പം സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, അതായത് സ്വർഗത്തിൽ എത്തിയപ്പോഴുള്ള സ്ഥിതിയാണ് കേട്ടോ. അതായത് കിഴക്കോ പടിഞ്ഞാറോ ചക്രവാളത്തിൽ അസ്തമിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുന്നത് പോലെ സ്വർഗവാസികൾ അവരുടെ മുമ്പിലുള്ള മണിമന്ദിരങ്ങളിലുള്ളവരെ കാണും അല്ലെ. അവയ്ക്കിടയിലുള്ള പദവി വ്യത്യാസം കൊണ്ടാണത്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, അത് നബിമാർക്കുള്ള മണിമന്ദിരങ്ങളല്ലേ, അവിടെ അവരല്ലാത്തവർ എത്തുമോന്ന്? ചോദ്യം മനസ്സിലായോ? കാരണം താഴെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ചക്രവാളത്തില് ഭയങ്കര സ്വപ്നസുന്ദരമായ വീട്. സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? 100 പദവികൾ എന്ന് പറയുന്ന ഹദീസുണ്ട്, അനേക പദവികൾ പറയുന്ന ഹദീസുണ്ട്. അള്ളാഹു ആലും നമ്മൾ ആരും പോയിട്ടില്ല. അപ്പം ഇവിടെ താഴെ നിന്ന് നോക്കിയ
ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നാട്ടിൽ അങ്ങനെ പറ്റൂല അല്ലെ. നാട്ടിൽ നമുക്ക് ഏറി വന്ന ഒന്നാമത്തെ പദവി, രണ്ടാമത്തെ പദവി മേ ബി കണ്ടേക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ 100ാമത്തെ പദവിയൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ സ്വഹാബക്കൾ ചോദിക്കാണ്, റസൂലെ അത് നബിമാർക്കുള്ള മണിമന്ദിരമല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ദൂതന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്ത ചില ആളുകൾ അവിടെ എത്തും അല്ലെ. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ച്, പരിപൂർണമായിട്ട് വിശ്വസിച്ച്, ദൈവദൂതന്മാരെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീൻ എന്താണോ അതനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് കിട്ടും. അൽഹംദുലില്ലാ, നമുക്ക് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയ്ക്ക് ഉന്നത പദവിയിൽ മറ്റുള്ളവർ കണ്ടാലില്ലേ, ഈ സമിയ, നാസർ, ആയിഷ, അബ്ദുള്ള, നൗഷിനൊക്കെ കാണുന്നുണ്ട് ഇതിൽ പേരില്ലേ, അവരൊക്കെ ഭയങ്കര ലെവലായിട്ട് കുടുംബക്കാരൊക്കെ ചോദിക്കാൻ വേലെന്ത് വരെ കാൽക്കൂട്ടത്തിൽ ഇനിയും കൂട്ടാൻ ദുആ ചെയ്യട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കണ്ടാൽ അതിശയം തോന്നുന്ന സ്ഥലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും എത്തട്ടല്ലേ, നമ്മുടെ കുല്ല് സയ്യാത്തുകളും ഹസനാത്തുകളാക്കി മാറ്റട്ടെ. അത് ദുആ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സദസ്സും കൂടാണത് അല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ അപ്പൊ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗീയ ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ പെയിന്റ് കസ്തൂരിയും കൽപ്പൊടിയാത്ത മുത്തും മാണിക്യവും മണ്ണ് കുങ്കുമവും ആയിരിക്കൂലേ. പഠിച്ചാമ്പുരാന് സ്വർണത്തിന്റെ പിന്നെ കല്ലോണ്ട് പൊരെടുക്കുന്നത് പോയിട്ട് അമ്മക്കൊരു നെക്ലേസ് ഉണ്ടാക്കാൻ സ്വർണം പെടില്ല അല്ലെ. എത്രക്ക് വില സ്വർണത്തിന്. അവിടെ സ്വർണത്തിന്റെയും വെള്ളിന്റെയും ഇഷ്ടികകൾ അല്ലെ സ്വർഗീയ ഭവനം ഉണ്ടാക്കിയിട്ടുള്ള. അതിന്റെ പെയിന്റ് കസ്തൂരി കൊണ്ടാ. കസ്തൂരി ഇങ്ങനെ മണത്തും കൊണ്ടേ നിൽക്കും അല്ലെ. കല്ലിന്റെ പൊടി, അതായത് പൂഴിയും മുത്തും മാണിക്യവും മണ്ണ് കുങ്കുമമാണ് അല്ലെ. എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ റബ്ബേ. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. പിന്നെ മറ്റൊരു ഹദീസ്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തിനാ ഇപ്പൊ സ്വർഗം പറയുന്നത്, പറഞ്ഞുകൊണ്ടിരുന്ന വിധവ അല്ലേ, വിധവനായിട്ട് കണക്റ്റഡ് സ്വർഗം ഉണ്ട്, അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ, അതായത് നബി പറയാണ്, ജിബ്രീൽ എന്നെയും കൊണ്ട് സിദ്റത്തുൽ മുൻതഹ എന്നെത്തുവോളം, അതിനെ പല വർണ്ണങ്ങൾ കൊണ്ട്, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സ്വർഗത്തിലെ ഒരു മരമാണ്. അതിന് പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരണം ഉണ്ട്, ഇപ്പൊ നമുക്ക് പറയാൻ സമയമില്ല. അത് പല വർണ്ണങ്ങളാണ്. അവിടെ ഇവിടുത്തെ പോലെ മഴവില്ല് പോലെ 7 വർണ്ണങ്ങളൊന്നുമല്ല കേട്ടോ. സ്വർഗത്തിൽ എത്രയോ നിറങ്ങളുണ്ട്. എത്രയോന്ന് വെച്ചാൽ അതിന്റെ എണ്ണം എനിക്ക് ഓർമ്മയില്ല, എപ്പോഴോ ഒന്ന് കേട്ടിരുന്നു. അത്രയും വർണ്ണങ്ങൾ. അപ്പോ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ അതിന്റെ മുത്തിന്റെ കുംഭഗോപുരങ്ങൾ, അവിടുത്തെ മണ്ണ് കസ്തൂരി. അപ്പൊ അങ്ങനെ അവിടുത്തെ വീട് കണ്ട കഥ പറയാം. മണ്ണ് കസ്തൂരിയും ഭയങ്കരം വലിയ ഗോപുരങ്ങളൊക്കെ ആണ്. പിന്നെ അനസ് റളിയല്ലാഹു നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ, സ്വർഗത്തിലെ ഒരു നദിയുടെ അരികിലെത്തി. അവിടുത്തെ തീരങ്ങളിലാവട്ടെ മുത്തുകൾ തുറന്നുണ്ടാക്കിയ മാളികകളുണ്ട്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ഏതാണ് ഈ നദി? അപ്പോൾ പറഞ്ഞു, കൗസർ. വകാല ഇലൈക ആറു യാ റസൂലില്ലാ അല്ലെ. അപ്പൊ പറയാണ്, ഇത് കൗസർ എന്ന നദിയാണ്. അതായത് പിന്നെ ഹൗലുൽ കൗസർ ആയിരിക്കാം വിവക്ഷ അല്ലെ. പിന്നെയും ജാബിർ ഇബ്നു റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിനെ കുറിച്ച് വീണ്ടും പറയാണ്, ഞാൻ സ്വർഗത്തിൽ കടന്നു. അങ്ങനെ ഞാനൊരു സ്വർണ്ണ മാളികയ്ക്ക് അടുത്തെത്തി. ഞാൻ ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? അപ്പൊ മാളികക്ക് അടുത്തെത്തിയപ്പോ ചോദിച്ചു. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, ഇത് ഖുറൈശികളിൽപ്പെട്ട ഒരാൾക്കുള്ളതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇവിടെ വന്നിട്ട് പറയാണ് ഉമർ ഖത്താബിനോട്, ഖത്താബിന്റെ മകനെ, താങ്കളുടെ നീരസം അനിഷ്ടം വിചാരിച്ച് ഞാൻ അതിൽ കടന്നില്ല. ഇത് കേട്ട ഉമർ ഖത്താബ് ചോദിച്ചു, റസൂലെ, അവിടുത്തെ എന്റെ വീട്ടിൽ കയറിയിട്ട് എനിക്ക് നീരസമോ? നിങ്ങൾക്കൊന്ന് കയറി നോക്കാമായിരുന്നില്ലേന്ന് അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉമർ ഖത്താബിന്റെ വീട് കണ്ടിട്ട് സ്വർഗത്തിൽ പോയിട്ട് കയറി നോക്കിയിട്ടില്ല എന്ന്. കാരണം പേടിച്ചിട്ട്, ഇനി ഉമർ ഖത്താബിന് പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. അങ്ങനെ അപ്പോ ഇത് പറയാൻ കാരണം, സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അല്ലെ, അതായത് പിന്നെ വിധവകളെയും അഗതികളെയും നോക്കി അതിന്റെ ഹദീസ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പം വിശദീകരിക്കാം. ഒരു മിനിറ്റ്. ഒരു വിധവ എന്ന് പറയുന്നത് വിധവയായി ജനിച്ചു വളർന്നവളല്ല അല്ലെ. ആക്ച്വലി അവൾ ജനിച്ചതേ വിധവയല്ല. അവൾക്ക് ഒരു ഇണയുണ്ടായിരുന്നു. അവൾക്കും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. ഭർത്താവും മക്കളും ഒത്ത് ജീവിച്ചു വന്നിരുന്ന ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അല്ലെ. അതിനിടയിൽ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി അവളുടെ ഇണ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അല്ലെ. സഹോദരിമാരെ, അത് നിമിത്തം
ആരും എപ്പോ വേണമെങ്കിലും വിധവകളായേക്കാം അല്ലേ. അതിപ്പോ എന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചതാണ്. ഏതോ ഒരു ഭയങ്കര ഫേമസ് പാർട്ടിലോ അങ്ങനെ എന്തോ ഒരു ഫീൽഡിൽ ഒരുത്തൻ മരിച്ചപ്പം ആ ഫീൽഡിലുള്ളവരെല്ലാം കൂടെ കൂടിയിട്ട് അവർക്കൊരു വീടെടുത്ത് കൊടുത്തു. അതെ, വീടെടുത്ത് പാല് കാച്ചലും ചടങ്ങൊക്കെ ഉണ്ടാവില്ല. അന്നേരം പോയപ്പോ ആരോ പറയാണല്ലോ അവിടുന്ന്, കണ്ടില്ലേ ഇന്നലൊക്കെ എന്തേലും വളരവസ്ഥ, കണ്ണീരും കയ്യായിട്ട് കരഞ്ഞു കുറ്റിരിക്കേനി, ഇന്നിപ്പോ ഒക്കെ എന്താ സന്തോഷം, ഓക്കാരൊക്കെയോ സക്കാത്തും സദക്കയൊക്കെ കൊടുത്ത് എങ്ങനൊക്കെ ഒരു വീടുണ്ടാക്കി കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി. അപ്പൊ ഓള് ചിരിക്കുന്നത് കാണുന്ന മറ്റുള്ളവർക്ക് ദഹിക്കുന്നില്ല, മനസ്സിലായോ? അവള് ചിരിക്കുന്നത്, അവളെപ്പോഴും ഇങ്ങനെ കരഞ്ഞിരിക്കും. അങ്ങനെ ആരെങ്കിലും അല്ല സൃഷ്ടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ലെ? ചിലര് പറയുന്ന പിന്നെ എന്റെ മാപ്പിളയും മരിക്കുന്നേ, ഇവിടെ അങ്ങനെ ഒരു എത്തീമിന് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരു കൂട്ടര് പറയുന്ന കേട്ടിരുന്ന നമ്മളെ മാപ്പിളയും മരിക്കുന്നേ നല്ലത്. എന്തോ ഒരു പറയലാണ് അല്ലേ അത്. എന്താ പറയാ, പണ്ടാരോ പറഞ്ഞോണം, കണ്ണില്ലാഞ്ഞാലല്ലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ അല്ലെ. അത്ര നല്ല വീടൊന്നും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഭർത്താവ് ഉണ്ടാകുന്ന നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. മറ്റൊരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം പറഞ്ഞു, വിധവകളുടെയും അഗതികളുടെയും വിഷയത്തിൽ അധ്വാനിക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യോദ്ധാവിനെ പോലെയോ ക്ഷീണമില്ലാതെ രാത്രി നമസ്കരിക്കുന്നവനെ പോലെയോ മുറിക്കാതെ നോമ്പനുഷ്ഠിക്കുന്നവനെ പോലെയോ ആകുന്നു അല്ലേ. നമുക്കറിയാം നമ്മളെ നിസ്കാരമൊക്കെ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ 3-ലൊന്നും ഉണ്ടാവില്ല, 4-ലൊന്നും ഉണ്ടാവില്ല, 6-ലൊന്നും ഉണ്ടാവില്ല അല്ലെ. പലപ്പോഴും അലാറം വെക്കും. ഇന്നത്തെ അലാറത്തിന് കാരണം ഇന്ന് പകല് മുഴുവൻ ഞാൻ പുറത്തായിരുന്നു, ഭയങ്കര ക്ഷീണം, നാളെ എന്തെങ്കിലും വേറെ എവിടെയും പോയിട്ടുണ്ടാവും, മറ്റന്നാൾ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അങ്ങനെ ഓരോ ദിവസം തഹജ്ജുദ് ലേറ്റ് ആവുമ്പൊക്കെ നമുക്ക് ഓരോ കാരണങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പം കാരണങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, നിസ്കരിക്കാണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ അള്ളാഹുവിന്റെ വിധവകളുടെയും അഗതികളുടെയും കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ക്ഷീണമില്ലാത്ത ഒരുപാട് രാത്രി നിസ്കരിക്കുന്ന പോലെയോ നോമ്പ് മുറിക്കാതെ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെയോ ജിഹാദ് ചെയ്യുന്നതിനെ പോലെയോ ഉള്ള പ്രതിഫലമുണ്ട്. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഒരു ഹദീസും കൂടെ പറഞ്ഞത് നമുക്ക് ഒരുപാട് സന്തോഷത്തിന് വകയുള്ളതാണ് അല്ലെ. പിന്നെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വീണ്ടും, സാധുവായ വിധവകൾക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് അള്ളാഹുവിന്റെ സാമീപ്യത്തിലും പ്രതിഫലത്തിനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. എന്റെ അനുമാനം രാത്രി കാലങ്ങളിൽ മടികൂടാതെ നമസ്കരിക്കുകയും പകൽ സമയങ്ങളിൽ മുടക്കം കൂടാതെ നോമ്പ് പിടിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ് അല്ലേ. ഈ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കട്ടൻട്രി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് എല്ലാ ദിവസവും തഹജ്ജുദ് നീട്ടി നിസ്കരിക്കൂല, ചിലപ്പോ 3 പോകൂലേ ക്ഷണിക്കുമ്പോ, അല്ലെങ്കിൽ ഫുള്ള് നിസ്കരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാരണം. സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ പിടിക്കാൻ നിന്നാൽ നമുക്ക് പല കാരണങ്ങളും ഉണ്ടാവും അല്ലെ. എപ്പോഴത്തിന് എന്തെങ്കിലുമൊക്കെ വരുന്നോ, സൽക്കാരങ്ങളോ വീടോ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന പ്രതിഫലവും ജിഹാദ് ഏതായാലും നമുക്ക് പറ്റൂല. അതും എന്തൊക്കെ കൂലികളാണ് അപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്ന അതും അതിന്റെ മറുപടിയും കൂടെ ഞാൻ തന്നു. നിങ്ങൾ വിചാരിക്കും നമ്മളെ കയ്യിലൊന്നും ഇല്ലാലോ, നമ്മൾ എന്ത് കൊടുക്കാൻ. ഇപ്പൊ നമ്മളേത്തൊരു പഴയ അല്ല, അധികം പഴയതല്ലാത്ത ചുരിദാറോ വേറെ എന്തെങ്കിലോ കുട്ടികളുടെ സാധനങ്ങളോ വീട്ടിലെ കിച്ചണിലെ ഒരുപാട് പേരുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ. കുറേ ഡിന്നർ സെറ്റ് എടുത്തിട്ടും വെച്ചിട്ട്, ഞാൻ ഇതിന്റെ അടുത്തൊരിക്കൽ ഒരു ഖുർആൻ ക്ലാസ്സിന്റെ ഒരു ബുക്ക് വാങ്ങി വായിക്കുന്ന ഒരാളാണ്. എന്നെ സ്ഥിരമായിട്ട് വിളിക്കൂ, കണ്ണൂർക്കാരിയാണ്, കോഴിക്കോടാ താമസം. അപ്പൊ എനിക്ക് ഇവരെ കാണാനൊരു വല്ലാത്തൊരു മുഹബത്ത്, ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഒരിക്കൽ പോയി, ഞാൻ മടങ്ങി വന്നു, പിന്നീട് ഒരിക്കൽ പോയി. അപ്പൊ ഒരു ഫ്ലാറ്റിലാണ് അവർ താമസം. ഒരുപാട് സാധനങ്ങൾ, റബ്ബേ എനിക്ക് കണ്ടിട്ട് ശ്വാസം മുട്ട. അപ്പൊ ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞപ്പോ ഒരു പാവം പെണ്ണുങ്ങളാണ് കേട്ടോ. അപ്പൊ അവര് പറയാ, ഞാനില്ല ഒരു സെറ്റ് പാത്രം എടുത്ത് ഇങ്ങനെ ഭക്ഷണം മറക്കും, എന്നിട്ട് അത് മതിയാകുമ്പോ അതെടുത്തിട്ട് പിന്നെ വേറൊരു സെറ്റ് എടുക്കും, എന്നിട്ട് വേറൊരു സെറ്റ്. ഞാൻ അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഇത് എന്തിനാണേക്കും റബ്ബേ. എന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിക്കും, ഷോക്കേസ് ഉണ്ടാക്കി ഉപ്പന്നെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചോദിക്കും, ഒരു കൊട്ടസാം വയറിൽ വിളമ്പാനുള്ള സാധനല്ലേ കാണുന്നതൊക്കെ എന്തിനാണ്, ഇത് ഇത്ര വേണോന്ന് ഇപ്പൊ കളിയാക്കിക്കൊണ്ട് ചോദിക്കും. അതുപോലെ ഈ സ്ത്രീ അത് പറയുന്നുണ്ട്. ആ വീട്ടിലാണെങ്കിൽ സാധനം കൊണ്ട് കാല് കുത്തിക്കൂടെ, അവരൊരു ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള പല സാധനങ്ങൾ അതിന്റെ കൂടെ ഈ കണക്കില്ലാത്ത. നമ്മൾ മനസ്സിലാക്കാൻ, നമുക്ക് ഇത് പറഞ്ഞ പോലെ ഒരു കൊട്ടസാൻ വയറ്, ഒരു ചെറിയ എന്തോ ഒരു വയറിനൊരു വലുപ്പത്തിനൊരു പറയൽ തന്നെ ഉണ്ട്, അത്രയും ചെറിയ വയറാണ്. ആ വയറിൽ കൊള്ളാനുള്ള ഭക്ഷണം കഴിക്കാൻ ഒരുപാടൊന്നും
വേണ്ട അല്ലേ, എപ്പോഴോ വരുന്ന വിരുന്നുകാർക്കും വേണ്ടി നാട്ടിലുള്ള പാത്രങ്ങളൊന്നും വെക്കണ്ട, കുറച്ചൊക്കെ മതി, കുറേയൊക്കെ അങ്ങ് എടുത്തൊഴിവാക്കുക അല്ലേ. അപ്പൊ വിധവകൾക്ക് പാത്രങ്ങളുള്ള ഇല്ലാത്തവരും അങ്ങനെ. ഇപ്പൊ അടുത്തൊരു ദിവസം ഇവിടെ ഒരു വിധവ വന്നേരം എൻ്റെ അടുത്ത് 3-4 നോൺ സ്റ്റിക്, പല സൈസിലുള്ള നോൺ സ്റ്റിക് ആണ്, 2 കിലോ 3 കിലോ അങ്ങനെയൊക്കെ. അപ്പൊ ചോദിക്കാലോ എനിക്ക് തന്നെ മുന്തസേന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ നീ കൊടുക്കാൻ പറ്റാതെ എനിക്ക് ഭയങ്കര വിഷമം, കൊടുക്കണല്ലോ കൊടുക്കണല്ലോ എന്ന് വിചാരിക്കുക, ചോദിച്ചാൽ നമ്മൾ എന്തായാലും കൊടുക്കണല്ലോ. അങ്ങനെ അപ്പൊ അതുപോലെ നമുക്ക് പല ആവശ്യങ്ങളില്ലാത്ത പല സാധനങ്ങളുണ്ട് അപ്പൊ പേരായിട്ട് കിടക്കുന്ന, അപ്പൊ അതൊക്കെ മാക്സിമം കൊടുത്ത് ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു വിസ്മയം ചൊല്ലി ഇന്ന് രാത്രി തന്നെ 2 റക്അത്ത് പിന്നെ എന്താണ് കാറെ നിസ്കരിച്ച് ഇറങ്ങി നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ബർക്കത്ത് തരും, ബർക്കത്ത് തരും, ഷുവറാണ്. അങ്ങനെ ബർക്കത്ത് തന്നിട്ടാണ് ഞാനൊക്കെ അങ്ങനെ ആയത് അല്ലേ. അതുപോലെ ഒരുപാട് ഉണ്ടായിട്ട് കൊടുത്തതൊന്നല്ല. അപ്പോൾ അതിന്റെ വിശദീകരണം, ഹദീസിന്റെ വിശദീകരണം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ വിശദീകരണം പറയുന്ന വെച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തി ജിഹാദ് ചെയ്യുന്നതും രാത്രികാലങ്ങളിൽ നന്മകൾ മുഴുകുന്നതും പകൽ സമയങ്ങളിൽ നോമ്പുകാരായി കഴിയുന്നതും അത്യന്തം മഹത്തരവും പ്രതിഫലാർഹമായ കാര്യങ്ങളുമാണ്. എന്നാൽ അവരുടെ സമുന്നത സ്ഥാനത്തേക്ക് ഒരു സൗഭാഗ്യവാനെ കൂടി നിർത്തിയിരിക്കുന്നു. അതെ, ആവശ്യക്കാരായ പട്ടിണി പാവങ്ങൾക്കും സഹായികളില്ലാത്ത വിധവകൾക്കും സേവന സഹായങ്ങൾ ചെയ്യുന്നതിന് ത്യാഗ പരിശ്രമങ്ങൾ നടത്തുന്ന വ്യക്തി സ്വന്തം സഹായങ്ങൾ ചെയ്യുന്നതിനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും, പിന്നെ നമ്മളവിടെ അടുത്തൊരു ആളുണ്ടായിനെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ പ്രവർത്തിക്കുന്ന ആള്. പക്ഷെ മൂപ്പര് ഇങ്ങനൊന്നും കാര്യമായിട്ടൊന്നും കൊടുക്കൂല എന്നാണ് പറയുന്നത്, അല്ലാഹു അല എനിക്കറിയില്ല. പക്ഷെ മൂപ്പര് പിരിവിന് പോയ എല്ലാവരുടെ കീശയിൽ നടിന്നുള്ള വേല എന്താ വെച്ചാൽ, ഏത് ഗോഡൌണിൽ വെച്ച പൈസ ആണെങ്കിൽ അയാൾ ഇങ്ങോട്ട് എടുപ്പിക്കും. ഭയങ്കര കഴിവാ. അപ്പൊ അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലെ. അങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും സാമർത്ഥ്യത്തിൽ വാങ്ങി കൊടുക്കലും ഒക്കെ ഈ ത്യാഗ പരിശ്രമം ഒക്കെ അതൊരു ജിഹാദിൽ പെടും അല്ലെ. അപ്പൊ സ്വർഗത്തിൽ മാത്രവുമല്ല, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്താന്ന് പറഞ്ഞാലേ, അതായത് ഞാനൊരു ഹദീസ് കണ്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചൂണ്ടുവിരലും നടുവിരലും ഒരുമിച്ച് പിടിച്ചിട്ട് ഞാനും പാവങ്ങളെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണെന്ന് അല്ലെ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പൊ നമുക്ക് ആ വിധവയുടെ സംരക്ഷിച്ച പേരിൽ സ്വർഗത്തിലെ ഏറ്റവും അത്യുന്നതിയിലുള്ള വീട് അല്ലെ. നിങ്ങളെല്ലാവരും തീരുമാനം എടുത്തോ, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യൂ, നിങ്ങളൊക്കെ ചെയ്യുന്നവരെന്നാണ്, ഒരുപാട് ചെയ്യലും ഉണ്ട് അല്ലെ. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം അല്ലെ. ഇനിയെങ്കിലും ഈ ഒരു ഉദ്ദേശത്തിൽ സ്വർഗത്തിന്റെ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള 2-3 കാറ്റഗറികളാണ്. ഒന്ന് താജ്ജുദ് നമസ്കാരം, 2 പിന്നെ അത് എന്താ പറയാ സൽസ്വഭാവം ഹുസ്നുൽ ഖുൽഖ്, 3 ഈ കാര്യം പാവങ്ങളെയും പട്ടിണിക്കാരെയും വളരെ കാര്യമായിട്ട് സഹായിക്കുക എന്നുള്ളത് അല്ലെ. അൽഹംദുലില്ലാ, അതിനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ കയ്യിൽ വിചാരിക്കാത്ത പണം എത്തിച്ചു തരട്ടെ. ഏതൊരു പാവപ്പെട്ട വിധവയെ കണ്ടാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വിഷമത്തോടു കൂടി തന്നെ ഓർക്കണം അല്ലെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാന്ന് ഇപ്പം തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ ഇസ്തിഖാറ നിസ്കരിച്ച് ഇറങ്ങി, നിങ്ങൾക്കും അള്ളാഹു അതിനൊരു പോംവഴി കാട്ടിത്തരും അല്ലെ. ഇൻഷാ അല്ലാഹ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ക്ലാസ് വിധവയെ കുറിച്ച് ഇത്രയൊന്നും ഡീപ്പായിട്ടല്ല കേട്ടോ. ഞാനിപ്പോ നിങ്ങളോട് ഒരുപാട് ഒരു മണിക്കൂറിനടുത്ത് ഇപ്പൊ ഇതിനെ കുറിച്ച് സംസാരിച്ച്, ഇത്ര ഒന്നല്ല, കുറച്ചേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഒരു ക്ലാസ് കേട്ടപ്പോ ഞാൻ മാറി അല്ലേ. അന്ന് എൻ്റെ കൈകൾ ബ്ലാങ്ക് ആയിരുന്നു. ഈവൻ ഒരു 10 രൂപ പോലും എനിക്ക് കിട്ടാനുള്ള വകുപ്പില്ലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഞാൻ ഒരു വിധവ അനാഥ സംരക്ഷണം തുടങ്ങി. അൽഹംദുലില്ലാ, ബാറക്കല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാനും എൻ്റെ നാത്തൂമാരും കുട്ടികളും എല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ ഫണ്ട് രൂപീകരിച്ചു. മാസത്തിൽ അവരും തരും, ഞാനും കുട്ടിയേക്കും. അപ്പൊ ആര് വന്നാലും, അപ്പൊ അവരടുത്ത കാര്യം വന്നാൽ പറയുങ്ങളൊന്ന് മുന്തസിനെ കണ്ടോക്കിന്നറിയാം, അപ്പൊ ഇങ്ങോട്ട് അയക്കും. അങ്ങനെ 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 ഇന്നത് പടർന്ന് പന്തലിച്ച് നമ്മൾ മിഷ്കാത്തും ആസീനും എല്ലാം കൊടുത്ത് വാനോളം അല്ലെ. ഇനി അത് വാനോളം മുട്ടട്ടെ, ഒരുപാട് ആളുകളുടെ കണ്ണീര് തുടക്കാൻ പറ്റട്ടെ. മാത്രവുമല്ല, ഇപ്പൊ ഈ കിണർ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഞാനൊരു കിണർ പ്രൊജക്ടിന് വേണ്ടി പൈസ കൊടുത്തു പള്ളി കമ്മിറ്റിക്ക്. പക്ഷെ എപ്പോഴാ കൊടുത്തു വെച്ചാൽ മെയ് 28-നാണ്. അപ്പോഴത്തേക്കും മഴ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പൊ അവര് കുഴിച്ചിട്ടില്ല. അപ്പൊ ഞാനിന്ന് ആ ക്യാഷിനെ കുറിച്ചൊക്കെ അവർ വിളിച്ച് ചോദിച്ചവരെ പറഞ്ഞ്, ക്യാഷ് ഇവിടെ ബാങ്കിൽ സേഫ് ആയിട്ട് ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചയക്കാം. നമുക്ക് എന്തായാലും കിണർ അത്യാവശ്യമാണ് അവിടെ. ആ പ്രദേശത്തുള്ളവർക്ക് മുഴുവനും പള്ളി കമ്മിറ്റിക്ക്. അപ്പൊ അവരെന്താ, ഒരു വെടിക്ക് എത്ര പക്ഷിയാ, ഒരു വെടിക്ക് ഒരു പക്ഷി 2 പക്ഷി ഒന്നല്ല, ഒരുപാട് പക്ഷികളാ കിട്ടാൻ പോണെ അല്ലെ.
എന്തില്ല അങ്ങനത്തെ ഓരോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പണി തീർന്നിട്ട് എനിക്ക് അവിടെ വരണം, എന്നിട്ട് നിങ്ങളെ സ്പോട്ട് കാണണം, ഫോട്ടോ എടുക്കണം, എനിക്ക് പൈസ തന്നവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, എന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളൂ. അപ്പൊ ഇയാൾ ചോദിക്കുക എനിക്ക് പൈസ തന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പൈസ തന്നതിൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നാട്ടിൽ വിഷമിക്കുക, അള്ളാന്റെ മുമ്പിൽ ഒരു സത്യം ബോധിപ്പിക്കണമല്ലോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തെന്നും പറഞ്ഞ് ഫോട്ടോസ് അവരാരും ഫോട്ടോ ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല, എന്നാലും എനിക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞാലല്ലേ അവർക്കൊരു ചൂടുണ്ട്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോ ഒരു 5-6 മാസത്തെ കിണർ കുഴിക്കാനൊന്നും പറ്റൂല. അപ്പൊ അതൊരു നല്ല സൽക്കരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരുങ്ങി പുറപ്പെട്ടാൽ അല്ലെ, വിധവകളുടെ വെൽഫെയറിന് വേണ്ടി, ഉന്നമനത്തിനുമായി വേണ്ടി സന്നദ്ധ പ്രവർത്തനങ്ങൾ അല്ലെ, എനിക്കൊക്കെ അതൊരു ഒരു ബലഹീനത, വീക്ക്നെസ് ആയി മാറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് മരിക്കോളം തുടരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹു പറയുന്നുണ്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞാനിതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലേ, പരിശുദ്ധനായ റബ്ബേ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അത്തരക്കാരിൽ നമ്മൾ ഇനി ഉൾപ്പെടുത്തുന്ന ഇതുപോലത്തെ ഓരോ സംരംഭങ്ങളും, ഈ കൂടി ഇരിക്കുന്ന സഹോദരിമാര് 350 അടുത്ത ആളുകളുണ്ട്. എല്ലാവർക്കും ഇതുപോലെ ഓരോ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ സംരംഭം രൂപീകരിക്കാനും അവർക്കെല്ലാം ഇത് തുടങ്ങുമ്പില്ലേ എന്നോടൊക്കെ ഇബിലിസ് ചോദിക്കും ഇതൊക്കെ തുടങ്ങി വെച്ചാൽ ഇടങ്ങേറാണ്, പിന്നെ പാവങ്ങളെ ഫോൺ ഇങ്ങനെ വരും, അപ്പൊ നമ്മളെ കയ്യിൽ 5 ഉറുപ്പ്യ ഉള്ളെങ്കിൽ ഓല് 15,000 ആയിരിക്കും 25,000 ആയിരിക്കും ചോദിക്കുക. അപ്പൊ അതെന്താക്കും, അത് വലിയ ഇടങ്ങാറ്, അവിടെ പോകാനും കഴിയില്ല വരാനും കഴിയില്ല. അപ്പൊ പറയാ എന്ത് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴും അപ്പോൾ ഇബിലിസിന്റെ ഒരു ക്രോസ് ഉണ്ടാവും അല്ലെ, ആ ക്രോസ് എന്റെ അടുത്തും വന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. സാരമില്ല, നമുക്ക് അള്ള തന്ന സമയം, അള്ള തന്ന ആരോഗ്യം, അള്ള തന്ന പൈസ, അത് അള്ളാന്റെ മാർഗത്തിൽ പോട്ടെ എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചു അല്ലെ. നമ്മളൊക്കെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? സ്വർഗം മതിയോ? പോരാ. ജന്നാത്തുൽ ഫിർദൗസ് മതിയോ? പോരാ. പിന്നെന്താ? അഅ്ലൽ ജന്നാത്തുൽ ഫിർദൗസ് അല്ലെ, സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിന്റെ ടോപ്പിൽ, ഏറ്റവും ടോപ്പിലായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും, അബൂബക്കർ സിദ്ദീഖും, ഫാത്തിമ റളിയല്ലാഹു, പിന്നെ ആരാണ്, ആസിയ ബീവി ഒക്കെ അല്ലെ, അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ. എന്നിട്ട് മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് അസൂയപ്പെടട്ടെ അല്ലെ, പാവങ്ങളെ സഹായിച്ചിട്ടും വിധവകൾക്ക് സമാശ്വാസം നൽകിയിട്ടും അവരുടെ കൂടെ ഹോസ്പിറ്റലിലും അവരുടെ കൂടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നടന്നിട്ടും അതൊക്കെ സഹായ. പൈസ ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയൊന്നും വേണ്ട, അതൊക്കെ ഒരു ഉപകാര. എപ്പോഴെങ്കിലും അവർ ഡോക്ടറെ അടുത്ത് പോവാണ്, കുട്ടികളുണ്ടെന്ന് അന്ന് ചോറ് ഞാൻ വെച്ച് കൊണ്ടുപോയി തരാം, നീ പോയിക്കോ എന്നൊക്കെ പറയാൻ കഴിയണം നമുക്ക് അല്ലേ. ഇൻഷാ അല്ലാഹ്. അതിന് സഹലിൻ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹലിബിന് ഹദീസിൽ വിശദീകരിക്കുന്ന നബി സല്ലല്ലാഹു പറയാണ്, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. വഷാറ ബിസ്സാബത്തി വൽ വുസ്ത വൽ ഫർജ ബൈനഹുമാ ഷൈഅ, ചൂണ്ടുവിരലും നടുവിരലുകളും അല്പം വിടർത്തി ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെ. ഇത് ഹദീസ് കേൾക്കുമ്പോൾ ഓരോ സത്യവിശ്വാസിയുടെ മേൽ ബാധ്യതയാകുന്നു ഇത് പ്രവർത്തിക്കാൻ അതീവ താല്പര്യം കാണിക്കുകയും വേണം. അതായത് നമുക്കറിയാം നമ്മളെ നിസ്കാരവും നോമ്പും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ പെർഫെക്റ്റ് അല്ല അല്ലെ. സക്കാത്താണെങ്കിൽ കൂടുതൽ കൊടുക്കാനുള്ള വകുപ്പും ഇല്ല, സദക്കാണെങ്കിൽ അങ്ങനെ, നോമ്പാണെങ്കിൽ കുറെ മെൻസസിന്റെ നോമ്പ് അങ്ങനെ പോകും, സുന്നത്ത് നോമ്പ് വന്നാൽ നമുക്ക് വിചാരിച്ച പോലെ പിടിക്കാൻ പറ്റൂല. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ്. അപ്പൊ അതിന് എത്തീം കുട്ടികളായാലും ഒരാൾ തനിക്കുള്ള എത്തീമിനെ അല്ലെങ്കിൽ അന്യനായ ഒരാളുടെ എത്തീമിനെ അള്ളാഹു എത്തീമിന് സ്വയം പര്യാപ്തത നൽകുന്നത് വരെ തന്നിലേക്ക് ചേർത്തി വളർത്തിയാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായില്ലേ. തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്നത് അതൊന്നും നമുക്ക് പറ്റുന്നില്ല. എത്തീമിനെ വീട്ടിൽ കൊണ്ടുവച്ച് വളർത്താം. അറ്റ്ലീസ്റ്റ് എത്തീമിന്റെ ഒരു എന്താ പറയാ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ആ പൈസ പ്രൊവൈഡ് അസീനൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് തോന്നുന്നല്ലേ, കുറെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ എന്ന് പറയുന്നത് അവരെ എത്തീമിനെ നമ്മൾ നോക്കുന്നതിനേക്കാളും അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവരുടെ മാതാക്കൾ നോക്കും അല്ലെ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമായി എന്നാ പറയുന്നത്. അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ അത്തരത്തിലുള്ള എത്തീമുകളോട് കനിവ് തോന്നുന്ന അവർക്ക് വേണ്ടി നമ്മളിപ്പോ എല്ലാ മാസവും കുറുക്കി പൈസ വെക്കുമ്പോൾ നമുക്ക് വീട്ടിലെ ചെലവ് കഴിയോ, നമുക്ക് എന്തെങ്കിലും വാങ്ങണോ, അടുക്കളയിൽ പോരാത്ത സാധനം വാങ്ങണോ, കുട്ടികൾക്ക് ഫീസ് കൊടുക്കണോ, ഒന്നും നമ്മൾ നോക്കൂല. കുറി ഫസ്റ്റ് ആണ്. കാരണം കുറി എന്ന് പറയുന്ന കുറെ ആളുള്ള മുന്തസ് കുറിക്ക് പൈസ തന്നില്ല എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കണ വെച്ചാൽ നമ്മൾ ആദ്യം കൊടുക്കൂലേ. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആദ്യമേ മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കി കാര്യങ്ങൾ അള്ള നടത്തും, ഈ പൈസ തന്നത് അള്ളാണ്, നിങ്ങളെ കാര്യങ്ങൾ നടത്തുന്നത് അള്ളാണ്, നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ് തരുന്നത് അള്ളാണ്, നിങ്ങളെ സ്വർഗത്തിൽ അത്യുന്നതിയിൽ എത്തിക്കുന്നതും അള്ളാണ് അല്ലെ. അപ്പൊ അതിനുള്ള തൗഫീഖ് അള്ളാഹു തരും അല്ലെ. അപ്പൊ എല്ലാരും റെഡി ആണല്ലോ അല്ലെ. ഇന്ന് മുതൽ നമ്മൾ അതിലേക്ക് ഒരുങ്ങി പുറപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയോ അല്ലെ
വിധവാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം കേട്ടോ, 2-3 ദിവസം മുമ്പ് ഇന്നൊരു വിധവ വിളിച്ചു. പിന്നെ ഞാനിട്ട് ബന്ധമുള്ള പെണ്ണുങ്ങളാണ്. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്തല്ലോ കഥ പറഞ്ഞപ്പോ പറഞ്ഞു, മോളെ എനിക്ക് ഒരു പിഞ്ഞാണത്തിൽ, ഒരു ഷുഗറൊക്കെ ഉള്ള ആളാ, ശരിയാണ്, അവർക്കൊരു പിഞ്ഞാണത്തിൽ ചോറ് മതി, ഒരു ഇത്തിരി കറിയും, അതും കൂടി ഒരു കിട്ടാൻ നിവൃത്തിയില്ല. ഞാൻ ഇപ്രാവശ്യത്തെ ഉലൂഹിയത്തിന്റെ ഇറച്ചി കണ്ടിട്ടില്ല മോളെ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം. എനിക്കത് കേട്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി. പക്ഷെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല, കുറേ ദൂരാണ്. അപ്പൊ അവിടെ ആ വീട്ടിന്റെ അടുത്ത്, എന്റെ വീട്ടിന്റെ അടുത്ത് വരുന്ന ഒരു പണിക്കാരത്തി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോക്ക് എന്തെങ്കിലും കൊടുത്താൽ അവള് കൊടുത്തോളല്ലോ. മാത്രമല്ല ഒരു മീൻകുട്ടിയെ കറി ചോറ് തിന്നാനൊക്കെ അതിന് ഭയങ്കര പൂതി. നമുക്ക് ഇവിടെ സ്വിഗ്ഗിയിലൊക്കെ വിളിച്ചാൽ 150 റുപ്യക്ക് മീനും ചോറും എല്ലാം കിട്ടും. പക്ഷെ അതൊന്നും കിട്ടൂലല്ലോ, അതിന് ഓൺലൈൻ ഓർഡർ ചെയ്യാനൊന്നും അതും അറിയില്ല. അപ്പൊ സങ്കടം. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ എന്തായാലും വേണ്ടിയില്ല, 2 പൊതി ഇറച്ചിയോ കുറച്ച് ഭക്ഷണവും ഒക്കെ കൊടുത്തയക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അള്ളാഹു ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നമ്മളെ വാതൊക്കെ കൊണ്ട് ഇട്ട് തരും. അപ്പൊ അതിനെ വിളിച്ച് കരഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടി. പറയാൻ കാരണമാണ് തൊട്ടടുത്ത് തന്നെ ആരോ സ്വന്തക്കാരുണ്ട്. അപ്പൊ അവരൊരു ലേശം ഒന്ന് വെച്ചാല് ഒലുഹ്യത്തിന്റെ ഇറച്ചിയല്ല, ലക്ഷം കൊണ്ടുപോയി കൊടുത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് വല്ലാത്ത വിഷമം. അങ്ങനെ നമ്മൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ നടക്കാൻ പാടില്ല. ചിലപ്പം അവര് പറയുന്ന ആ വാക്കുകളായിരിക്കാം നമ്മളെ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുന്ന. അള്ളാഹു അലം, അല്ലേ? അപ്പൊ നമ്മള് നോമ്പിന്റെ നിസ്കാരത്തിന്റെ ഈ കഥ ഇതൊക്കെയാണ്. പിന്നെ ഭർത്താക്കന്മാരൊന്നിച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ, അല്ലെ, ഈ വിധവകൾക്ക് വേണ്ടി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ സടകുടഞ്ഞെഴുന്നേറ്റേ പറ്റുള്ളൂ. ഒരു സിംഹം പോലെ, അല്ലെ, സിംഹം എണീക്കുന്ന കളി കണ്ടിട്ടില്ല, അതുപോലെ നമുക്ക് സ്വർഗം വേണം, അല്ലെ, അത് പണിത് ഉയർത്തണം, അല്ലെ, അത് ഒരു മറ്റൊരാൾ, ഉപ്പ ഉമ്മ ഭർത്താവ് മക്കള് ചെയ്താൽ പിന്നെയും കിട്ടും. വേറൊരാളോടൊരു മിസ്കാല ദർറത്തിൻ ഉമ്മനോടോ ഉപ്പനോടോ ഭർത്താവിനോടോ ഒന്നും കിട്ടൂല, മക്കള് ചെയ്താൽ കിട്ടും, അല്ലെ. അപ്പൊ തരുമെന്ന് പ്രതീക്ഷിക്കാത്തൊരത്യുന്നത സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എത്തിക്കട്ടെ. നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിജയ യാത്ര തുടങ്ങാം, അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും എങ്ങനെ ആരെല്ലാം ഉദ്ദേശിച്ചുവോ അവർക്കെല്ലാം തന്നെ അതിനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ ഞാനും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തെന്ന് നിങ്ങൾ ഓരോരുത്തരും പറയണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് റിയാ ആയി പോയോന്ന്. റിയാ ഒന്നല്ല, കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിരേഷൻ ആവാനില്ലേ. അവര് ചെയ്തു തുടങ്ങി. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിൽ അവരിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പറയും അവർക്ക് അത് തുടങ്ങിയാൽ അവരെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ആളുകൾക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായല്ലോ എന്നുള്ളത്, അല്ലെ. അതുപോലെ നിങ്ങൾ മാറണം, അല്ലെ. വിധവകളെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് ഒരുപാട് സഹായങ്ങൾ നൽകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ.